ഈ കറികൾക്കൊക്കെ നല്ല സ്വാദുണ്ടല്ലോ. ആരാ ഉണ്ടാക്കിയത് ഇതൊക്കെ? അതിലെന്താ സംശയം? മോള് തന്നെ. മോളെന്ന് പറഞ്ഞ പ്രിയങ്ക മോള് തന്നെ. പ്രിയങ്ക മോളാ ഇതൊക്കെ ഉണ്ടാക്കിയത്. അല്ലെങ്കിലും ഇവൾക്ക് ഇതിനൊക്കെ കുറച്ച് സമയം മതി. അല്ലാമേ, ഇതൊക്കെ ഉണ്ടാക്കിയത് സത്യം പറഞ്ഞ വിവാഹം കഴിച്ചൊരു വീട്ടിലേക്ക് നമ്മൾ പറഞ്ഞയക്കുന്ന പെൺകുട്ടിക്ക് എല്ലാത്തരം പാചകവും അറിഞ്ഞിരിക്കണം. വയറ് നിറച്ച് ഊട്ടാൻ കഴിയുന്നവളാ ശരിയായ പെണ്ണ്. അല്ലെങ്കിൽ നോക്കി ഇത്രയും സമയം കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ? അല്ല, രാത്രിയില് മോനെന്തെങ്കിലും പ്രത്യേകിച്ച് വേണോ? അമ്മേ, വേണ്ടമ്മേ. ഞങ്ങളെ ഊണ് കഴിച്ച ഉടനെ തിരിച്ചു പോകും. അതാ നല്ലത്. അമ്മ എന്തായി പറയുന്നത്? ഞാനേ ഈ കറിയുടെ കാര്യം പറഞ്ഞതാ. മോനെ, ഒരു ദിവസം ഇവിടെ തങ്ങുന്നോണ്ട് എന്താ കുഴപ്പം? അച്ഛാ, ഇന്ന് വേണ്ട, ഇനി ഒരിക്കലാവും. എന്നാ പിന്നെ മോന്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ, അല്ലേ യശോദേ? അല്ലെങ്കിൽ തന്നെ മുത്തശ്ശി എപ്പോഴും പറയും വിദേശത്തായിരുന്നപ്പോ ഒരു കുഴപ്പമില്ല, പക്ഷെ കണിമംഗലത്ത് എത്തിക്കഴിഞ്ഞാ വരുണിന് സ്വന്തം മുറിയിലല്ലാതെ ഉറങ്ങാൻ പറ്റില്ലാന്ന്. അത് സത്യമാണ്. എന്റെ ശീലങ്ങളും എന്റെ മനസ്സിലിരിപ്പും ഒക്കെ പ്രിയങ്കയ്ക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം. പ്രിയങ്കയെ കുറിച്ച് എനിക്ക് ഉടനെ പുറപ്പെടണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്നിട്ട് എന്താ ഇത്ര താമസിച്ചത്? സോറി മാഡം, എനിക്ക് 1-2 പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു. വാ. കൃത്യമായിട്ട് നോക്കിയോ? ആ കുട്ടി ശ്യാമയെ പോലെ തന്നെയാണോ ഇരിക്കുന്നത്? സോറി മാഡം, ദേവനാരായൺ തിരുമേനിയുടെ മകൾ പ്രിയങ്കയ്ക്ക് ശ്യാമ മേഡത്തിന്റെ ഒരു ഛായയില്ല. നീ എന്താ ഈ പറയുന്നേ? ആള് തെറ്റിയോ നിനക്ക്? എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ദേവനാരായൺ തിരുമേനിയുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് കണിമംഗലത്തെ വരുണാണ്. വരുണിന്റെ അച്ഛന്റെ പേര് കണിമംഗലം പരമേശ്വരൻ. ആരോഗ്യ സെൻസസ് എടുക്കണമെന്ന് പറഞ്ഞ് അല്പം കഷ്ടപ്പെട്ടാ ഞാൻ ആളെ കണ്ടെത്തിയത്. മാഡത്തിനെ ആരോ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് പറ്റില്ലല്ലോ. വലിയ വലിയ ആളുകളെ കുറിച്ച് ചിലർ കഥമെനഞ്ഞുണ്ടാക്കും. അങ്ങനെ ഒരു ഗോസിപ്പാവും ചിലപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യം. ഷട്ട് അപ്പ്. നാട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞ കള്ളക്കഥയല്ല, ഞാൻ നേരിട്ട് കണ്ടതാ. ശ്യാമയുടെ അതേ മുഖമുള്ള പെൺകുട്ടിയെ. അവള് ശ്രീകൃഷ്ണപുരത്ത് തന്നെയുണ്ട്. മാത്രമല്ല ദേവനാരായണൻ തിരുമേനിയുടെ മകളുമായി അവൾക്ക് എന്തോ കണക്ഷനും ഉണ്ട്. മാഡം, ദേവനാരായണൻ തിരുമേനിയുടെ മകൾ പ്രിയങ്കയെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു. കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സോണിയെ ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിച്ചോളാം. സോണിക്കുള്ള പ്രതിഫലം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. കണ്ടെത്താൻ ഓരോ നിമിഷം വൈകുന്തോറും കാര്യങ്ങൾ അപകടത്തിലേക്കാ. അവളെ എനിക്ക് കണ്ടെത്തിയേ പറ്റൂ.
പ്രിയങ്ക. എനിക്കറിയാം വരുണിന് ഈ മാറ്റം വരുമെന്ന്. എന്നോട് മുത്തശ്ശി പറഞ്ഞിരുന്നു, വീട്ടിൽ പോയി അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ വരുണിന്റെ മനസ്സ് മാറും, എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമെന്നൊക്കെ. ആ ശരിയാ, വീട്ടിൽ പോയത് പോകാൻ തോന്നിയത് നന്നായി. ഇതുവരെ മനസ്സിനൊരു വ്യക്തതയില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കെല്ലാം വ്യക്തമായിട്ടുണ്ട്. താങ്ക്സ് വരുൺ. ആ, ഈ വ്യക്തത എന്താണെന്ന് അറിയണ്ടേ? പറഞ്ഞു. ഞാൻ കേൾക്കാൻ കൊതിച്ചിരിക്കുക. പറ. എനിക്ക് നിന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. നീ എന്നെ ചതിച്ചവളാ. നീ നല്ലവളാണെങ്കിൽ അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ നടന്ന തിരിമറികൾ എന്തൊക്കെയാണെന്ന് എന്നോട് തുറന്നു പറ. വരുൺ, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ മുൻപേ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാനും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ പറയാം. നിന്നെ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. വെറുതെ നീ നിന്റെ ജീവിതം പാഴാക്കണ്ട. മുത്തശ്ശിയല്ല, ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും 10 ജന്മം കഴിഞ്ഞാലും നിന്നെ ഞാൻ സ്നേഹിക്കില്ല. വരുൺ, വരുൺ ഇരിക്ക്. വേണ്ട. ഇരിക്ക് വരുൺ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശരി, ഞാൻ നാളെ തന്നെ ഇവിടുന്ന് പോയിക്കോളാം. പക്ഷേ എന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോവാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വരുണിന്റെ ഇഷ്ടക്കേടുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയെന്ന് എല്ലാവരോടും പറയണം. അതിന് സമ്മതമാണോ? സമ്മതം. എന്റെ ഇഷ്ടക്കുറവ് ആരോട് പറയാനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, വരുണിന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ കണ്ടെത്തൂ, അവളെ വിവാഹം കഴിക്കും, പുതിയൊരു ജീവിതം ഉണ്ടാവട്ടെ. പക്ഷേ എന്റെ അവസ്ഥ എന്തായിരിക്കും? ദരിദ്രനായ ദേവനാരായണൻ തിരുമേനിയുടെ മകള്, വിവാഹം കഴിച്ചയച്ച വീട്ടിൽ നിന്ന് ദിവസങ്ങൾക്കകം ഇറങ്ങിപ്പോരേണ്ടി വന്നവള്. പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടോ? എനിക്കറിയില്ല. അറിയണം. വരുൺ മാന്യവും സ്വസ്ഥവുമായിട്ട് ജീവിക്കുമ്പോ എനിക്ക് ജീവിക്കണ്ടേ? അതിനെനിക്ക് പണം വേണം. ഞാനിവിടെ നിന്നും ഇറങ്ങിപ്പോണമെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്ന പണം വരുൺ എനിക്ക് തരണം. വെലുവേശലാണോ? അതേന്ന് കൂട്ടിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വലുതാണെങ്കിൽ അതുപോലെ എനിക്കും എന്റെ ആഗ്രഹങ്ങൾ വലുതാ. ശരി, നിനക്ക് എത്ര പണം വേണം? ഒരുപാടൊന്നും വേണ്ട. കണിമംഗലത്തിന്റെ സമ്പത്തിന്റെ ഒരു തരി, അത്രയും മതി. സിനിമയാ എന്റെ ആഗ്രഹം. എനിക്കൊരു സിനിമ ചെയ്യണം. അതിനുള്ള പണം വരുൺ എനിക്ക് തരാമോ? പകരം വരുണിന്റെ ജീവിതം ഞാൻ തിരിച്ചു തരാം. സമ്മതമാണെങ്കിൽ നാളെ തന്നെ ഞാൻ ഇറങ്ങാം. അല്ലെങ്കിൽ നമുക്കിതുപോലെ തുടരാം. പണം ഞാൻ തരാം. വാക്കല്ലേ? വാക്ക്. പണം കൃത്യമായിട്ട് അക്കൗണ്ടിലെത്തിയിരിക്കും. അല്ലെങ്കിൽ ഇത്രയും വിലവശാൻ അറിയാവുന്ന നിനക്ക് പിടിച്ചു വാങ്ങിക്കാനും അറിയാലോ. കണിമംഗലം പരമേശ്വരന്റെ മകനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. അപ്പോ പരസ്പര ബഹുമാനത്തോടെ നമ്മൾ പിരിയുന്നു. ഞാൻ വരുണിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരുന്നു. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. എന്നേക്കുമായിട്ട് നമ്മൾ പിരിയുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ? എനിക്ക് പകരം ഈ മുറിയില് വരുണിനോടൊപ്പം എത്തുന്നത് ആരാണെന്നൊന്ന് പറയാമോ? അവളെ എൻ്റെ കൂടെ ഉണ്ട്. അവളെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം. പക്ഷേ അതിനു മുമ്പ് നീ ഇവിടുന്ന് പോണം. അതുവരെ
എനിക്ക് അവളെ പരിചയപ്പെടുത്താൻ പറ്റില്ല. അവളെൻ്റെ ജീവനാണ്. അവളെൻ്റെ എല്ലാം എല്ലാമാണ്. ആ, എന്തായാലും ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ആദ്യ രാത്രി നടന്നില്ല, പക്ഷേ അവസാന രാത്രി നടന്നു. ഭഗവാനെ, എത്ര അകന്നു നിന്നിട്ടും അദ്ദേഹം എന്നെ തേടി തേടി വരിക. ഇതുവരെ ഞാൻ എങ്ങോട്ടോ പോയി എന്നെ കാണാൻ പറ്റില്ല എന്നുള്ള ചിന്തയിലായിരുന്നു വരുൺ. പക്ഷെ വീണ്ടും കണ്ടപ്പോ ഇനി അദ്ദേഹത്തിന്റെ ചിന്തകളെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ മനസ്സിൽ നിന്നും ആ ചിന്തകളെ മായ്ച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അത് നടന്നില്ല. വരുണിന്റെ മനസ്സിൽ നിന്നും എന്നെ കുറിച്ചുള്ള തോന്നലുകൾ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി തരണേ. വരുൺ എന്നെ മറന്നു പോണേ. കൃഷ്ണന് രാധ തന്നെ അല്ലേ വേണ്ടത്? വരുൺ പണം തരും, പക്ഷേ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. ഇതെല്ലാം കൊണ്ടുപോകണം. അഭിനയിച്ചതിന് കൂലി കിട്ടുന്ന പോലെ ഇതെനിക്കുള്ള കൂലി തന്നെ. മോളെ, അയ്യോ, എന്തു പറ്റി മോളെ? ഒന്നുമില്ല മുത്തശ്ശി. എന്തേ? അല്ല, മോളുടെ മുഖത്തെന്തോ പരിഭ്രാന്തി പോലെ. എനിക്കിവിടെ എന്താ പ്രശ്നം മുത്തശ്ശി? എന്തെങ്കിലും മനസ്സിൽ തോന്നിയാൽ തന്നെ ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി വരില്ലേ? മുത്തശ്ശിയുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്നാല് എന്റെ എല്ലാ പ്രശ്നങ്ങളും മുത്തശ്ശി തീർത്തു തരില്ലേ? വീട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോ വരുണ് നിന്നോട് സ്നേഹം കൂടിയേ? ആ, ഉവ്വ്. വരുൺ എന്നോട് നന്നായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവൻ ആരെയും വേദനിപ്പിക്കാൻ പറ്റില്ല. എന്തോ ഒരു കാലക്കേട്. അത് പതുക്കെ പതുക്കെ ഒഴിഞ്ഞു പോട്ടെ. എന്റെ കുട്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. അത് വിട്ടേക്കും മുത്തശ്ശി. ആ, അല്ല, മുത്തശ്ശി എങ്ങോട്ടെങ്കിലും പോവാൻ വേണ്ടി ഇറങ്ങിയതാണോ? അല്ല. ആ, അല്ല, മുത്തശ്ശി ഒരുങ്ങിയിരിക്കുന്നത് കണ്ട് ചോദിച്ചതാ. ആരൊരുങ്ങി? ഇതൊക്കെ ഞാൻ സാധാരണ ഇടുന്നതും ഉടുക്കുന്നതും ഒക്കെ അല്ലേ. പക്ഷേ ഏത് വേഷത്തിലാണെങ്കിലും മുത്തശ്ശി ഒരു സുന്ദരി കുട്ടിയാ. ഒന്ന് പോ മോളെ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞങ്ങളൊക്കെ കണ്ണാടിക്ക് മുന്നില് എത്ര മത്സരിച്ചൊരുങ്ങിയാലും ഒപ്പം പിടിക്കാൻ പറ്റില്ല. ഈ അസുഖം അവരും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും മോളെ. ഞാൻ കളിയാക്കിയതല്ല മുത്തശ്ശി, കാര്യം പറഞ്ഞതാ. ശരി ശരി, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നാശം പിടിച്ച തള്ള. എന്തിന്റെ ഇടയിൽ കേറി വന്നോളും.
ധൈര്യമായിട്ട് നടന്നാലേ നാളെ ഞാനൊരു സിനിമാ താരമാവും. നാളെ വൈകുന്നേരം ക്ഷേത്രത്തിന്റെ കുളക്കരയിൽ വാ. നീ അവിടെ ഉണ്ടാവണം. ഇനി അഥവാ നീ വന്നില്ലെങ്കിൽ നിനക്കെന്നോട് ഒരു തരി പോലും ഇഷ്ടമല്ലെന്ന് ഞാൻ മനസ്സിലാക്കും. നോക്ക്, അതിനപ്പുറം ഞാൻ ജീവിക്കില്ല. ഈശ്വര, വരുൺ എന്നോട് കുളക്കടവിൽ കാണാന്ന് പറഞ്ഞ സമയായി. ചെല്ലാതിരുന്ന എന്തേലും കുഴപ്പമുണ്ടാവോ? വരുൺ എന്തേലും ബുദ്ധിമോശം കാണിക്കോ? ഭഗവാനെ, വരുണ് വരാൻ തോന്നാതിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു. പരസ്പരമുള്ള ഈ കാഴ്ച ഒഴിവാക്കി തരണേ. കാത്തിരുന്നിട്ട് കാണാതെ പോയാ അന്ന് പറഞ്ഞ പോലെ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ വരുൺ? പോകാതെ പറ്റില്ല, കാണാതെ പറ്റില്ല. വരുൺ എവിടെ പോകുന്നു? നമ്മൾ തമ്മിൽ ഇനി അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട. നമുക്കിടയിലുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ നമ്മളങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചു. സോറി, ഭാര്യ എന്ന അവകാശത്തിലല്ല വരുൺ എവിടെ പോകുന്നു എന്ന് ചോദിച്ചത്. ഞാൻ ഇന്ന് രാത്രി ഇവിടുന്ന് ഇറങ്ങും. അതിനു മുൻപ് വരുൺ തിരിച്ചെത്തുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടേ വരും. അപ്പോഴേക്കും ഞാൻ പോയിരിക്കും. വരുൺ എന്നെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട്. താങ്ക്സ്. വാക്ക് തെറ്റിക്കില്ലല്ലോ? പണം എന്റെ അക്കൗണ്ടിൽ വരില്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചെത്തും. പണത്തിന്റെ പേരിൽ താൻ എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരില്ല. 1-2 ദിവസത്തിനുള്ളിൽ പണം തന്റെ അക്കൗണ്ടിൽ വന്നിരിക്കും. ഞാനേ അങ്ങനെ വാക്കൊന്നും തെറ്റിക്കാറില്ല. അപ്പൊ പിന്നെ ഇനി നമ്മൾ തമ്മിൽ എന്ന് കാണുമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും സിനിമകളുടെ തിരക്കില് എപ്പോഴെങ്കിലും എന്നെ കണ്ടാ വരുൺ അടുത്ത് വരണം. കൂടെ വരുണിന്റെ സ്വപ്നസുന്ദരി ഉണ്ടാവുമല്ലോ, ഒന്ന് പരിചയപ്പെടുത്തി തരണം. അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും ഞാൻ പരിചയപ്പെടുത്തും, നിന്നെയും. അപ്പോ ഗുഡ് ബൈ. ബൈ. നീ നിന്റെ ജീവിതത്തിലേക്ക്, ഞാൻ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജീവിതത്തിലേക്ക്.